ഗുഡ് മോർണിംഗ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇന്ന് ചൊവ്വാഴ്ചയാണ് കേട്ടോ. ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. ഞങ്ങൾക്ക് ഹോമിയോയിലേക്ക് ഇപ്പോൾ പോകാനുണ്ട്. കുറേ ദിവസമായി ഞാൻ അവിടെ നിന്ന് വരണതല്ലാണ്ട് ക്യാമറയിൽ നോക്കിയൊന്നും പറയാറില്ല. അതാട്ടോ ഞാൻ ഒന്ന് നേരിട്ട് വന്നത്. എന്തോ നല്ല സന്തോഷം തോന്നി. അപ്പോൾ ക്യാമറയിൽ ഒന്ന് സംസാരിക്കാൻ വെച്ചു. പക്ഷെ ഇത്തിരി ഓവറായോ, അത്ര ഓവറാക്കണ്ടാണെന്ന് തോന്നിയിട്ടോ. സാരില്ല, ഇടയ്ക്ക് വല്ലപ്പോഴല്ലേ വെളുപ്പിക്കൽ. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് കേട്ടോ. റവ ഉപ്പുമാവ്. പഴം ഇരിക്കുന്നുണ്ട്, ചെറുപഴം മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് വെച്ചിട്ട് അതെന്തായാലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പുമാവും കൂട്ടി കഴിക്കാൻ വെച്ചിട്ട്. പഴവും ഉപ്പുമാവും അനുകൂലമായി വരുന്ന സമയത്ത് ഇത്തിരി കുറവാണ് കേട്ടോ. കൂടുതൽ സനേഷായിട്ടുള്ള സമയത്ത് അങ്ങനെ കഴിക്കാറ്. അപ്പോൾ എന്തായാലും ഇന്ന് ഓർത്തോർത്ത് ഉണ്ടാക്കിയതാ. പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളം ഇന്നലെ രാത്രി കഴുകി വെച്ചതൊക്കെ ഭയങ്കര മടിയാട്ടോ. അങ്ങനെ ഒതുക്കി വയ്ക്കാൻ പറഞ്ഞാൽ കയ്യോടെ അങ്ങോട്ട് കയറ്റി വെച്ചാൽ കുഴപ്പമില്ല. പക്ഷേ കയ്യോടെ ആവുമ്പോഴേ വെള്ളം മുഴുവൻ താഴെയൊക്കെ തെറിക്കും. നമ്മൾ നടക്കണതല്ല, ചിലപ്പോൾ ഓർമ്മയില്ലാണ്ട് തെന്നി വീണാലോ വെച്ചിട്ടാണ്. അപ്പം ഞാൻ വെള്ളമൊക്കെ വാർന്നതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ കയറ്റി വയ്ക്കുക കൂടുതലും. അതിനകത്ത് നമ്മുടെ കട്ട് ചെയ്ത ബോട്ടില്ലേ അതൊക്കെ കഴുകി, പിന്നെ ബാക്കി വേസ്റ്റൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് അവിടേക്ക് ഒന്ന് കഴുകി വയ്ക്കുക. ഓയിലിൽ കടുക് പൊട്ടിച്ചിട്ട് അതിൽ സബോളയും ക്യാരറ്റും പച്ചമുളകും കൂടി ഒന്ന് മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കൂടെ ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ കറിവേപ്പിലും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് മൂത്ത് വന്നപ്പോഴാണ് 1.5 ഗ്ലാസ് വെള്ളമാട്ടോ ഞാൻ ഒഴിക്കുക. കറക്റ്റ് കണക്കാണ് ഞങ്ങൾക്ക് രണ്ടാൾക്കുള്ളത്. എനിക്ക് 1 ഗ്ലാസ് റവ, അങ്ങനെയാട്ടോ കണക്ക്. അപ്പോൾ ഇതാ പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്. ചായ ഉണ്ടാക്കാൻ നോക്കിയപ്പോഴും ഓർത്തത് പാത്രം കഴുകാറൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ അങ്ങനെ തന്നെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് പഞ്ചസാര അതിലേക്ക് ഇട്ടു, ടെന്നിലേക്ക് കേട്ടോ. കുറച്ച് ചായയിലേക്ക് ഇട്ടു, പിന്നെ കുറച്ച് ഞാൻ ഉപ്പും പഞ്ചസാരയും കൂടി ഉപ്പുമാവിലേക്കും കൂടി ഇട്ടു കേട്ടോ. അതിൻ്റെ ഇടയിൽ അത് അടച്ചു വയ്ക്കാൻ നോക്കിയപ്പോഴാണ് ഓർത്തത് നാരങ്ങ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വെച്ചു. എന്തായാലും ഒന്ന് പുറത്തേക്ക് പോയി വരും. അപ്പോൾ ഉച്ചവെയിൽ എന്തെങ്കിലുമൊക്കെ തട്ടി വരുമ്പോൾ ക്ഷീണം കൂടുതലോ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണതാ. പഞ്ചസാരയായിട്ട് ഇടുക, നീരപ്പനും കൂടി ഉള്ളതുകൊണ്ട് അങ്ങനെ ഇട്ടതാ. എക്സാമിൻ്റെ സ്റ്റഡി ലീവാണ്, അതുകൊണ്ട് അവനൊന്നും ഇല്ല, ചൊവ്വാഴ്ച ക്ലാസ്സില്ല. അപ്പോൾ അവ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. കുറച്ച് കസ്കസും കൂടി ഇട്ട് കഴിഞ്ഞാൽ വയറിനൊക്കെ നല്ലതാണല്ലോ. എന്തെങ്കിലും മൂത്രച്ചൂടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ താത്താൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അങ്ങനെ പഠിച്ചതാട്ടോ ഇതൊക്കെ. അപ്പോൾ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട്. നീരപ്പനും ഇടയ്ക്ക് ഇങ്ങനെ യൂറിൻ ഇൻഫെക്ഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെ കൂടുതൽ കസ്കസൊക്കെ ഇട്ടിട്ട് മിക്കതും നാരങ്ങ വെള്ളം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ അതായിരിക്കും തോന്നുന്നു. ഇനിയിപ്പോൾ കുഴപ്പമില്ല പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഈ ഒരു കുഴപ്പം കൂടിയേ വരാനുള്ളൂ. ബാക്കിയുള്ള കുഴപ്പങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകണമുണ്ട്. അപ്പോൾ നമ്മുടെ ചായക്കുള്ള വെള്ളം തിളച്ചപ്പോൾ ഞാൻ കാപ്പിയാട്ടോ കൂടുതൽ കുടിക്കുക. അതാണ് ഞാനിങ്ങനെ കപ്പിലേക്ക് ചൂടുള്ള ഒഴിക്കണത്. നീരവ് എന്നോട് എപ്പോഴും ഇത് കാണുമ്പോൾ ചോദിക്കും, അമ്മ എന്തിനാ അപ്പോൾ ചായ കുടിക്കാത്തത്? അവനോട് ഒരു വട്ടം പറഞ്ഞാൽ പോരെ, വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാം, അമ്മയ്ക്ക് ചായ കുടിച്ചുകൂടെ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. അതിൻ്റെ നമ്മൾ വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് റവ ഇട്ടു കേട്ടോ. അത് ഇനി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ആക്കി വയ്ക്കും കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 2 മിനിറ്റൊക്കെ കഴിയുമ്പോൾ അതൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളി ഉപ്പുമാവ് റെഡിയാവും കേട്ടോ. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ പാളി പോകാറുള്ളൂ, എന്നാലും കൂടുതലും ഞാൻ ഇങ്ങനെ ഗ്ലാസ് കണക്കിൽ വെക്കുമ്പോൾ സെറ്റായി വരാറുണ്ട് കേട്ടോ. ഏതാ ബ്രാൻഡ് എന്നൊന്നും അറിയില്ല. ചില ബ്രാൻഡുകൾ മാത്രമേ എനിക്ക് പറ്റുള്ളൂ, ചിലതൊന്നും പറ്റില്ല. എലൈറ്റ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. നേരത്തെ പാക്കറ്റ് എടുത്തപ്പോൾ നോക്കി ആദ്യമാണ്. എന്തായാലും അത് കഴിഞ്ഞു. ഇനി നീരപ്പനെ എണീപ്പിച്ച് ഹോമിയോയിലേക്ക് പോകാൻ നോക്കണം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഓരോ പണികൾ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ജെല്ല തുറന്നിടണം, അങ്ങനെ കുഞ്ഞു പണികൾ കിട്ടും. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടേ വരുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫോണിൽ എൻ്റെ വീഡിയോ ഷോർട്സ് ഒന്ന് കാണുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവനൊന്ന് കാണിച്ചു കൊടുത്തു. നേരെ പല്ലേപ്പിച്ച് കഫക്കെട്ടായതുകൊണ്ട് കുളിപ്പിക്കണില്ല, ഒന്ന് മുടി വെട്ടണം എന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒന്നും ചെയ്യണില്ല. പല്ലേപ്പിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മളങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. ഹോമിയോയിലൊന്ന് കാണിച്ചിട്ട് വേണം പിന്നെ നേരെ ബാർബർ ഷോപ്പിലേക്ക് പോകാൻ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാനിങ്. നമ്മുടെ ചെറുപഴം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിടുന്നു, നല്ലോണം പൊടിച്ച് അങ്ങോട്ട് കൂടിയപ്പോൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. അപ്പോൾ അത് നല്ല പോലെ അങ്ങോട്ട് കറുത്തു. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നല്ല ഭാഗം മാത്രം
എടുക്കാനായിരുന്നു കേട്ടോ. പൈസയും കൊടുത്ത് മേടിച്ച് ഉള്ള ഭാഗം മുഴുവൻ മുറിച്ച് കളയുമ്പോൾ എന്തോ ഒരു വിഷമം. എന്നാലും കുഴപ്പമില്ല, കഴിക്കാനുള്ളതുണ്ടായിരുന്നു. നീരപ്പല്ലെങ്കിലും എടുത്ത് കഴിക്കണതാ. കഫക്കെട്ട് കാരണം ഞാൻ പറഞ്ഞു ഇതൊന്നും എടുത്ത് അധികം കഴിക്കണ്ട, ചിലപ്പോൾ കൂടിയാലോ. 2 ദിവസമായിട്ട് വീണ്ടും പഴയ ചുമ വന്നിട്ടുണ്ട്. എന്തായാലും ഇനി ഇംഗ്ലീഷ് മരുന്ന് കാണിക്കില്ല, ഇനി അടുത്ത അടവാണ് നമുക്ക് ഹോമിയോ. കഴിച്ചോ? പച്ചമുളക് വലിയൊരു പച്ചമുളക് വയ്യായ വരുമ്പോഴേക്ക് ഹോസ്പിറ്റലിൽ പോണത് നല്ല കാര്യം എന്നല്ലാതെ എനിക്കറിയാം. എന്നാലും പിന്നെ നമുക്കൊരു സമാധാനമില്ലേ. രാത്രിയാകുമ്പോൾ ഇങ്ങനെ കൂടുമ്പോൾ ആകെ ഒരു വിഷമമാണ്. കുട്ടിക്കിനെ കിടന്ന് ചുമയ്ക്കണു. അപ്പോൾ നമുക്ക് ഇന്ന സമാധാനമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണോ, ഉറങ്ങാനും പറ്റില്ല. ആകെ മൊത്തം തലയിലൊരു പിരിപിരിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഡോക്ടറെ കാണിക്കാണ്ട് ഒരു സമാധാനവും ഇല്ല. എന്ത് മരുന്ന് കൊടുത്തിട്ടും കുറയണമില്ല. അതാട്ടോ ഞാൻ വേഗം ഓടിപ്പോണത്. അതിന് ഡോക്ടറുടെ നിന്ന് എനിക്ക് നല്ല ചീത്തയൊക്കെ കിട്ടും കേട്ടോ. പോവാം, ഹോമിയോയ്ക്ക് പോവാണ് കേട്ടോ. നീരപ്പന് കഫക്കെട്ടും ചുമയും വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. താഴെ അപ്പോൾ കണ്ണി കണ്ടതൊക്കെ എടുക്കുക. കൈ പിടിക്കണം. നമ്മുടെ ഇവിടെ ബാർബർ ഷോപ്പിലൊന്നും മലയാളികളല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ച് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത ആൾ അപ്പുറത്തായിരുന്നു കേട്ടോ, അവൻ്റെ മുടി വെട്ടിയത്. എനിക്ക് ആളുടെ ഹെയർ സ്റ്റൈല് നല്ല ഇഷ്ടമായി. ആൾ ഇങ്ങനെ വെട്ടി കൊടുത്തു. പക്ഷേ ഇത്തിരി ഫ്രീക്കനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ പോലെ ഒന്നല്ല ആൾ വെട്ടണം. ആൾക്ക് ഇഷ്ടമുള്ള പോലെ ആൾ പാട്ടൊക്കെ വെച്ച് എന്തൊക്കെയോ ഇത് കാണാൻ നല്ല രസമൊക്കെ ഉണ്ടല്ല. ബംഗാളിയോ തോന്നില്ല കേട്ടോ. അങ്ങനെ മുടിയൊക്കെ വെട്ടി ഈ ഒരു കോലം ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടെ ഞാൻ ഒന്ന് കട്ടി കുറക്കി പറഞ്ഞതാ. പക്ഷെ എനിക്ക് അവിടെ ഇരുന്നപ്പോൾ മനസ്സിലായില്ലേ. ഇങ്ങോട്ട് ഇറങ്ങി അവനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലായേ ഇതല്ല, ഇതിനും കൂടി ഒന്ന് കട്ടി കുറയ്ക്കണമെന്ന് ചേട്ടൻ പ്രത്യേകം പറഞ്ഞു വെച്ചതാ. ഇവനെന്തോ കറി വെക്കാൻ വേണ്ടിയിട്ട് ഇലകൾ പൊട്ടിക്കാണ്ട്, പച്ചിലകളും പച്ചക്കറികളും എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാ ഇലകൾ. ഞാൻ പറഞ്ഞു ചുരുക്കിയും വേണ്ടാന്ന്. എന്നാലും അവൻ്റെ ഒരു ആഗ്രഹത്തിൽ ഒരല പൊട്ടിച്ചിട്ട് നമ്മൾ നേരെ വരുമ്പോഴാണ് ഇവിടെ പാലം പണി എന്തൊക്കെയോ തുടങ്ങുന്നുണ്ട് കേട്ടോ. അതിൻ്റേതായ പണികൾ നമ്മുടെ താത്താൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ അവർ കുറ്റിയും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട്. കുറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പൂവിട്ടോ ഈ ഒരു പണി കാരണം. ആ ഒരു വിഷമത്തിൽ ഇങ്ങോട്ട് കയറി വന്നു. അങ്ങനെ അവനിനി കുളിപ്പിക്കണം, നല്ലപോലെ ഷാമ്പൂ ഇട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഡോക്ടറോട് ചോദിച്ചു. അപ്പോൾ ഈ കഫക്കെട്ടും ചുമയും കാരണം കുഴപ്പമില്ല, എന്തായാലും കുളിപ്പിച്ചോളാൻ പറഞ്ഞു. ചെറിയ രീതിക്ക് ഒരു ടോൺസിലസ് പോലെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് നമ്മൾ തണുപ്പുള്ളൊന്നും മേടിച്ച് കഴിക്കാറൊന്നുമില്ല. സിപ്പപ്പ് ഐസ്ക്രീം ഒന്നും മേടിക്കാറില്ല കേട്ടോ. പിന്നെ എന്തെങ്കിലും വന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും നല്ല കാര്യമായി, എല്ലാം കൂടെ ഒരുമിച്ച് വരിക എന്ന് പറയില്ലേ. അതിനകത്ത് നയന വന്നിട്ടുണ്ടേ. അപ്പം നയനയുടെ കൂടെ ഇനിയിപ്പോൾ കളി. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അവന് ബോറടിയും കാര്യങ്ങളൊക്കെ. TV വെച്ച് കൊടുത്ത് വലിയ താല്പര്യമൊന്നുമില്ല ആൾക്ക് കാണാൻ. പിന്നെ ഗെയിമും കളിക്കാൻ താല്പര്യമില്ല കേട്ടോ വലിയ കാര്യമായിട്ട്. ബാക്കിയുള്ള കുട്ടികളൊക്കെ ഫോണിങ്ങനെ എന്താ പറയുക തട്ടി പറിച്ച് മേടിക്കുന്ന സമയത്ത് ഇവന് കൊടുത്താലും വേണ്ട അങ്ങനെ പറയുള്ളൂ. അവരിങ്ങനെ കളിക്കണം ഓടി കളിക്കണം ചാടി കളിക്കണം അതൊക്കെ ആട്ട മൈൻഡിൽ. എന്തായാലും നയനേനെ കിട്ടിയപ്പോൾ അവന് കുറച്ച് സമാധാനമായി. സമയമില്ല. അപ്പോൾ വേഗം അരിയൊക്കെ കഴുകി ചോറ് വയ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. നല്ലോണം അങ്ങോട്ട് കഴുകി കുക്കറെല്ലാം അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാലേ പിന്നെ അത് അങ്ങനെ കിടന്ന് വിസിലടിച്ചോളും. ആ നേരം കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചത് ബാക്കിയുണ്ടല്ലോ. അപ്പോൾ നയന് നീരവ് എന്തായാലും കളിച്ചുകൊണ്ടിരിക്കല്ലേ, അവർക്ക് വിശക്കില്ലേ വിചാരിച്ചിട്ട്. നീരവിന് മാത്രം കഴിക്കാനുള്ളതല്ല കേട്ടോ, കുറച്ച് കൂടുതലുണ്ടായിരുന്നു. എന്നാൽ പിന്നെ രണ്ടാളിരുന്ന് കഴിച്ചോട്ടെ വെച്ചിട്ട് അവരവിടെ ഓടി കളിക്കുക. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടേ കൊടുക്കാൻ വെച്ചിട്ട് ഇഷ്ടമുള്ളത് എടുത്തോട്ടെ വെച്ചിട്ട് ആകെ ഒരു പച്ചപാത്രവും ആകെ ഒരു ഈ പാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ അങ്ങനെ ഇട്ടതാട്ടോ. നീരവ് ആരെങ്കിലും കൂട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ നായനക്ക് ചില സമയത്ത് ബാക്കി വയ്ക്കും. അവളങ്ങനെയാണ്. ചിലപ്പോൾ ആരും കാണാത്ത പുറത്ത് കൊണ്ട് അവൾ മാറ്റി ഇടുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുണ്ട്. കഴിച്ചോട്ടെ, ടേസ്റ്റിന് തോന്നി ഇനി കഴിച്ചാലോ വിചാരിച്ചിട്ട്. അവരോട് മത്സരമൊക്കെ വെച്ചിട്ടുണ്ട്, ആരടി ആദ്യം കഴിച്ച് തീരുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എന്തായാലും ശരിയാ ആരെ കഴിക്കാൻ നോക്കട്ടെ, അപ്പോഴേക്ക് ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് മുതിര വെള്ളത്തിലിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കറി വയ്ക്കാൻ വേണ്ടി നല്ലോണം ഒന്ന് കഴുകിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ കൂടി ഉണ്ടായിരുന്നു കുറച്ച്, അതും കൂടെ കയ്യോടെ കഴുകി വയ്ക്കണം. അതും കൂടി കഴിഞ്ഞിട്ട് വേണം ഒന്ന് സമാധാനമായിട്ട് അവിടെ പോയിരിക്കുക.
അപ്പം നമ്മുടെ ലിക്വിഡൊക്കെ തീരാറായിട്ടുണ്ട്. അതിലിപ്പോൾ ഞാൻ ഇങ്ങനെ ചിരിക്കുമ്പോൾ കൂടുതൽ വരുന്നില്ല, തീരാറാകുമ്പോൾ അത് ഇങ്ങനെ കട്ടിക്കിരിക്കല്ലേ. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സുഖമായിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ നല്ലപോലെ അങ്ങോട്ട് ഇട്ട് ഒരച്ചരച്ച് ഞാൻ മറ്റേ ആ പാത്രം കഴുകുക ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാ. പക്ഷെ അതെനിക്ക് ലിക്വിഡ് ഒഴിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ എനിക്ക് സ്മെല്ല് കിട്ടണില്ല, എന്തോ ഒരു വലിച്ച മണം വരിക. അപ്പം ഞാനതിൽ ഇത് ഒഴിക്കാണ്ടായി, ലിക്വിഡ് ഒഴിക്കില്ല, ഡയറക്റ്റ് ബോട്ടിൽ നിന്ന് എടുത്തിട്ട് അങ്ങനെ ഒഴിച്ച് കഴുകുക കേട്ടോ ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പാറ്റിയും പല്ലിയൊക്കെ വരണോണ്ട് തന്നെ സ്ക്രബ്ബറിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കിയാലോ വെച്ചിട്ട് അങ്ങനെ അടച്ച് വയ്ക്കും. അതിൻ്റെ ഉള്ളിലെ സ്പ്രിങ്ങും സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് മാറ്റി, എനിക്ക് ഇഷ്ടമാവണില്ല. എന്തായാലും പൈസ കൊടുത്ത് മേടിച്ചല്ലേ വെച്ചിട്ട് ഉപകാരത്തിന് ഇങ്ങനെ അടച്ചു വയ്ക്കാൻ വെച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിരിക്കുകയാണ്. ഒതുക്കി വെക്കണം നമുക്ക്. പിന്നെ കുറച്ച് ഡെക്കറേറ്റീവ് ആയി വെങ്കയ്ക്ക് യെസ്. എങ്ങോട്ടാ? തെങ്ങുമെന്ന് വീണ മറ്റേ തേങ്ങ ആവണേനും മുന്നേ മൂക്കാണ്ട് വീണ സംഭവമില്ലേ, ഞങ്ങളുടെ അവിടെ മച്ചിങ്ങ എന്നാ പറയുക. ഇപ്പം ഇതാ നയന അച്ചിങ്ങ പറയണു. അപ്പോൾ അച്ചിങ്ങ പയറല്ലേ? മൊത്തത്തിൽ കൺഫ്യൂഷൻ. എന്തായാലും അവരുടെ അടുത്ത് പോയിരിക്കുക ഞാൻ. നോക്കട്ടെ എന്നിട്ട് തിന്നണ. ഇതെന്തപ്പോൾ ഇരുമ്പാമ്പുളി കഴിക്കാൻ കടിച്ച്? അപ്പം നിനക്ക് നെല്ലിക്ക തരുമ്പോൾ നീ ഇങ്ങനെ തിന്നണ കാണാറില്ലല്ലോ. നോട്ടെ നോക്കട്ടെ, കടിച്ച്. എന്തിനാ സ്ലേറ്റ്? നയന റൈറ്റിംഗ് പാഡൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. പിന്നെ അതാ മാർക്കറോ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. മറ്റേ സെൻറ്റ് പോലത്തെ അത്തറില്ലേ, അത്തറ, അതുകൊണ്ട് ആ റോള് അതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഇല്ല, ഞാൻ എന്നിട്ട് മേടിച്ച് മണക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടമായത് ജാസ്മിൻ്റെയാ. അപ്പോൾ ഞാൻ പറയുകയായിരുന്നു എൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഞാൻ +2 പോകുമ്പോൾ ഇത് വല്ലാത്തൊരു അഡിക്റ്റായിരുന്നു. ബാഗിൽ ഇട്ടിട്ട് അങ്ങനെ നടക്കും ഞാൻ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മേത്തൊക്കെ ഉരച്ചിട്ട്. അതിനിടയിൽ എൻ്റെ കുട്ടി പോയിട്ട് വേഗം അവൻ്റെ സംഭവങ്ങളൊക്കെ എടുത്തിട്ട് വന്നു. അവനും ഉണ്ട് ഇങ്ങനെ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ദാ ഇവിടെ അതും കൊണ്ടുവച്ചിട്ട് ഇരുമ്പാമ്പുളി കടിച്ച് എൻ്റെ മുന്നേ എനിക്ക് പല്ല് പൊളിച്ചിട്ട് അങ്ങനെ എനിക്കിത് കാണുമ്പോൾ ഇപ്പോഴും വായിൽ ഇങ്ങനെ വെള്ളം തടയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ അവൻ്റെ അടുത്തിട്ട് എണീറ്റ് പോയി. ചെക്കനാണെങ്കിൽ ഇരുമ്പാമ്പുളി തീറ്റ നിർത്തണമില്ല, എനിക്കാണത് കണ്ടിട്ട് സഹിക്കണമില്ല. തീ കഴിച്ചേ? പിന്നെ അവന് നിർബന്ധം നയനേനെ കൊണ്ടൊന്ന് കഴിപ്പിക്കണം എന്ന്. അപ്പോൾ അവളാദ്യം ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ജാടയൊക്കെ പിടിച്ചിരുന്നു കേട്ടോ, കത്തരൊക്കെ എടുത്ത് വെട്ടാനും. പിന്നെ ലാസ്റ്റ് പറഞ്ഞ് ഒരു കടി കടിച്ചു. പക്ഷേ കുട്ടിക്ക് ഒരു റിയാക്ഷനും ഇല്ല കേട്ടോ, സുഖമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ അങ്ങനെയല്ല കഴിക്കുക, എങ്ങനെയാന്ന് പറഞ്ഞിട്ട് കടിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവൾക്ക് ഒരു റിയാക്ഷനും ഇല്ല, അവൾ വീട് ഇങ്ങനെ കഴിക്കാൻ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവള് ദാവൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അവൾക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഇതാ കുറേ ചെമ്പരത്തിയും കായ് അതും ഇതൊക്കെ പൊട്ടിച്ചോണമെന്നുണ്ട്. മിനിയാൻ്റെ കണ്ടു കഴിഞ്ഞാൽ ചീത്ത പറയും, അതിനൊക്കെ പറയുന്നുണ്ട്. യാതൊരു കൂസലുമില്ല, അവൾ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. രണ്ടാളും കൂടെ അത് കുടിച്ചോട്ടോ, നാരങ്ങ വെള്ളം. അങ്ങനെ അവർക്ക് വെള്ളമൊക്കെ കൊടുത്തിട്ട് ഞാൻ ഓടി വന്നിട്ട് മുതിര കാച്ചാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ തോട് കളയാണ് കേട്ടോ. ഇത് പിന്നെ വേപ്പിലയില്ലേ, കറിവേപ്പില, അതും കൂടെ ഒന്ന് ചതച്ചിട്ട് ഇടിച്ച മുളക് ഇട്ടിട്ടൊന്ന് കാച്ചെടുക്കുക ചെയ്യാം കേട്ടോ. അതിൻ്റെ ഇടയിൽ അവർ വന്ന് എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിയൊക്കെ പറയുന്നുണ്ട്, ഞാൻ എന്തൊക്കെയോ അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ.
അതേപോലെ എല്ലാം ഒതുക്കി വെക്കണം കേട്ടോ രണ്ടാളും കൂടെ. രണ്ടാളെയും കൂടി അവിടെ ഒതുക്കിയിരുത്തിയിട്ട് ഞാൻ നേരെ വന്ന് ചിക്കൻ വറുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് പൊട്ടി തെറിക്കാൻ തുടങ്ങി. വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് തോന്നുന്നു നീങ്ങി നിന്നിട്ട് അങ്ങോട്ട് എറിയായിരുന്നു. അങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അങ്ങോട്ട് സെറ്റാക്കി എടുത്തു. അങ്ങനെ 1 മണി ആയിക്കൊണ്ടിരിക്കുക. ചോറ് വറുക്കാൻ വെച്ചു. ചിക്കൻ വറുത്തത് ഒരുവിധമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് തൈര് ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ, കുറച്ച് ദിവസമായി ഇരിക്കണം. അപ്പോൾ അതെന്തായാലും കുക്കുംബറും ക്യാരറ്റും എല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഒരു സാലഡ് പോലെ രൂപത്തിലാക്കിയിട്ട് അതും കൂടെ കഴിക്കാൻ വെച്ചു കേട്ടോ. എന്തായാലും ഇന്ന് കുറച്ച് വിഭവസമൃദ്ധമായിക്കോട്ടെ. അങ്ങനെ കുക്കുംബറും ക്യാരറ്റും സബോളയും പിന്നെ പച്ചമുളക് കൂടി ഇടുന്നുണ്ട്, അതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം കൂടിയിട്ട് കട്ട തൈരില്ലേ, പുളി വലിയ കാര്യമായിട്ടില്ല കേട്ടോ. അപ്പോൾ അതിലിട്ടിട്ട് നല്ലോണം ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുത്തു. ചിക്കൻ കറിയിൽ കുറച്ച് സബോള വാരിയിട്ടിട്ടുണ്ട്. വനിതാ സാലഡ് റെഡി ആയിട്ടിട്ട് പിന്നെ ചിക്കൻ ഫ്രൈ അതിൽ ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ കാല് കുറച്ച് ഫ്രൈ ആയി കിട്ടാൻ കുറച്ച് പാടാ, അത് അങ്ങോട്ടും മറിച്ചിട്ടുണ്ട്. പിന്നെ മുതിരപ്പേരി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ പോയിട്ട് അപ്പോൾ നീരപ്പ അടുക്കളയ്ക്ക് എന്നെ സഹായിക്കാൻ വന്നിട്ടുണ്ട്. എപ്പോ അതിന് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകാൻ നിൽക്കുകയാണ് കേട്ടോ. നയന ഹോസ്പിറ്റലിലേക്ക് പോയിക്കാന്നാണ് പറഞ്ഞത്. ആ കുട്ടിക്കും ചുമയും കഫക്കെട്ടും പിന്നെ ഇവൻ്റെ പോലെ കുറച്ചാൾ മുന്നുണ്ടായ പോലെ നല്ല രീതിക്ക് ഛർദിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾ പോയിക്കുക പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അപ്പോഴേക്കും പാത്രം കഴുകാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ എണ്ണയില്ലേ, ചിക്കൻ വറുത്ത എണ്ണ, അതൊക്കെ ഗ്ലാസ്സിലേക്ക് ആക്കി പകർത്തി പാത്രങ്ങളൊക്കെ അങ്ങനെ കഴുകാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നയന വന്നു കേട്ടോ. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു എന്നൊക്കെ പറഞ്ഞു, മരുന്നൊക്കെ കിട്ടി, മിഠായി മരുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും കയ്യോടെ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുകയാണ്. എല്ലാം ഒരുമിച്ചെടുത്ത് കഴുകണോണ്ടേ അത്യാവശ്യം പാത്രങ്ങളുണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെ ബേസിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ എല്ലാം കഴുകി വരുമ്പോഴേക്കും ഒരു സമയമാവും. അതുവരെ നിങ്ങൾ കളിച്ചോ പറഞ്ഞിട്ട് പിന്നെ അവന് മരുന്നൊക്കെ കൊടുക്കാണ്ട് കേട്ടോ. അപ്പോൾ അവനവിടെ പിടിച്ചെടുത്തേക്ക്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാനൊക്കെ പോകണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബേസിനും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി മരുന്ന് കൊടുക്കാൻ പോവാണ് കേട്ടോ. മിഠായി കുടിക്കാണോ കിട്ടിയ ഇങ്ങനത്തെ കുപ്പിയില്? അതെ, അതെ. ഡോക്ടർ പറഞ്ഞേ സമയം കഴിഞ്ഞല്ലേ, നമ്മളെ പോയി പക്കനല്ലേ നമ്മളോട് പറഞ്ഞേ. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നല്ല ഉറക്കം വരുന്നുണ്ട്, ഉറങ്ങട്ടെ കുറച്ചു നേരം. അപ്പൊ ബൈ ബൈ.